അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തു യാസീൻ 4 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു അല്ലേ? ഇൻഷാ അല്ലാഹ് 5-ാമത്തെ ആയത്ത് ഇന്നൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൻസീലൽ അസീസിർ റഹീം. തജ്വീദ് നിയമം ഒന്ന് പറയാട്ടോ. നൂന് നോക്കൂ, നൂൻ്റെ മുകളിൽ സുക്കൂനില്ല അല്ലേ? അപ്പം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നൂൻ്റെ മുകളിൽ സുക്കൂനില്ല എങ്കിൽ അവിടെ തൻ എന്ന് ഓതൂല. നമ്മുടെ നാവ് മുകളിൽ തട്ടാത്ത രൂപത്തിൽ താഴോട്ടേക്കാക്കി പിടിക്കണം. പിന്നെ ചുണ്ടിൻ്റെ പല്ലിൻ്റെ ഇടയിൽ ഒരു ക്യാപ്പ് ഉണ്ടാവണം. അപ്പോഴേ നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. തൻസീല. ഓക്കെ, തൻസീലൽ. തൻസീലൽ. നോക്കൂ, ഇവിടെ ഹംസത്തുൽ വസലിന് ശബ്ദമില്ല അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? ശബ്ദമില്ലാത്തത് കാരണം ലാമിനെ ലാമിലേക്ക് ജോയിൻ ചെയ്തു. തൻസീലൽ. ഓക്കെ. അസീസിർ റഹീം. അസീസി. ഇവിടെ യാ മദ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 2 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കുക. അസീസി. അസീസിർ റഹീം. ഇവിടെയും ഹംസത്തുൽ വസലിന് ശബ്ദമില്ലല്ലോ. നമ്മൾ എന്താ ചെയ്യുന്നത്? കൂട്ടിച്ചേർത്ത് ഓതുക ചെയ്യുന്നത് അല്ലേ? സയിൽ നിന്നും നേരെ റോയിലേക്ക് പോയി. അസീസിർ അല്ലേ? അസീസിർ റഹീം. റോയിൻ്റെ മുകളിൽ ശബ്ദമുണ്ട് കേട്ടോ. ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കണേ. റഹീം. നീട്ടി ഓതി നിർത്തുക കേട്ടോ. അടുത്തത് 6-ാമത്തെ ആയത്ത്. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഓക്കെ. ലിതുൻദിറ. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല. നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ തുൻദിറ എന്ന് ഓതൂല. അപ്പം എങ്ങനെ ഓതും? തുൻദിറ. ഓക്കെ. റാന്ന് ഓതരുത് കേട്ടോ. ഒന്ന് ഉയർത്തി കൊടുക്കുക. ഖൗമൻ മാ. ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു നിയമമാണ് അല്ലേ? തെൻവീന് ശേഷം മീമ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഈ മീമിനെ നന്നായിട്ടൊന്ന് നീട്ടിക്കൊടുക്കുകയും കൂടെ വേണം. മദ്ദും വന്നിട്ടുണ്ട് അല്ലേ? മീമിൻ്റെ കൂടെ മീമിന് ശ്രദ്ധയും ഉണ്ട്, എന്താണ്, മദ്ദും ഉണ്ട്. അപ്പം എന്ത് ചെയ്യണം? നമ്മളവിടെ നീട്ടിക്കൊടുക്കണം. ഒരു 2 മുതൽ 4 ഹറക്കത്ത് വരെ നമ്മൾ അവിടെ നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. ഓക്കെ. 4 ഹറക്കത്ത് വരെ അവിടെ നീട്ടി ഓതി കൊടുക്കാവുന്നതാണ്. അടുത്തത് ഉൻദിറ. നൂൻ്റെ മുകളിൽ സുക്കൂനില്ല. അപ്പം നമ്മളവിടെ ഉൻദിറ വ്യക്തമായിട്ട് ഓതില്ല അല്ലേ? നമ്മൾ പഠിച്ചതാണ്. ഉൻദിറ. ആബാഉഹും. ഹംസ കഴിഞ്ഞിട്ട് അലിഫ് മദ് ഉണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? 2 അനക്കം അവിടെ നീട്ടിക്കൊടുക്കണം. ആബാഉഹും. ഇവിടെ നോക്കൂ, ഒറ്റ പദത്തിൽ മദ്ദിന് ശേഷം ഒരൊറ്റ പദത്തിൽ ഹംസ വന്നു അല്ലേ? ഇവിടെയാണെങ്കിലോ, ഇവിടെ നമ്മൾ പറഞ്ഞപ്പം മദ്ദിന് ശേഷം ഒറ്റ പദത്തിലല്ല ഹംസ വന്നത്, മറ്റൊരു പദത്തിലാണ് ഹംസ വന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ 2 മുതൽ 4 ഹറക്കത്ത് വരെ നമ്മൾ നീട്ടി ഓതും. പക്ഷേ ഇവിടെ 2-ാമതായിട്ട് പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് ഇവിടെ 4 മുതൽ 5 ഹറക്കത്ത്, 4-5 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കണം. അപ്പോൾ ഇതിനേക്കാൾ അളവ് കൂടണം 2-ാമതായിട്ട് വരുന്ന ഇയാൾക്ക്. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒറ്റ പദത്തിൽ ഹംസ വരികയാണെങ്കിൽ, ഒറ്റ പദത്തിൽ ഒരു ഹംസ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ദീർഘിപ്പിക്കൽ കൂട്ടിക്കൊടുക്കണം. ഓക്കെ. ആബാഉഹും. ഓക്കെ. അപ്പോൾ 4-5 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ഇവിടെ വാവിൻ്റെ മുകളിൽ ഹംസ വന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ ഊന്നൊന്നും ഓതരുത് കേട്ടോ. ഊ അല്ല അത്. നമ്മൾ നോക്കേണ്ടത് ആ ഹംസേനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി.
ഉ ആണ്. ആ ഇ ഉ. ഈ ആ പറയുന്ന രൂപത്തിലുള്ള ഉ ആണ് കേട്ടോ. ഉ. ഉഹും. മീമിൻ്റെ മുകളിൽ സുക്കൂന് വരുമ്പം വ്യക്തമായിട്ട് അവിടെ ഹും എന്ന് തന്നെ വ്യക്തമായിട്ട് ഓതി കൊടുക്കണം കേട്ടോ. അവിടെ മീമിനൊരു മണിക്കൽ വന്നു പോവാതെ ശ്രദ്ധിക്കണം. ഹും എന്ന് ചിലർ ഓതും, അങ്ങനെ അവിടെ മണിക്കൽ വരാൻ പാടില്ല കേട്ടോ. ഹും. ഉഹും. ഫഹും. ഇവിടെയും അതുപോലെ തന്നെ മീമിനെ വ്യക്തമാക്കി ഓതുക. ഫഹും ഗാഫിലൂൻ. ഗൈൻ അല്ലേ, ഗൈൻ. ഇത് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്നും വരുന്ന ഒരു ലെറ്ററാണ് ഗൈൻ. ഗൈൻ. നമ്മൾ ഗാർഗിൾ ചെയ്യുമ്പോഴുള്ള ഒരു സൗണ്ട് ഓക്കെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഓതുക കേട്ടോ. ഇവിടെ ഗൈനെ 2 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കണേ. ഗാഫിലൂൻ നീട്ടി ഓതി നിർത്തുക കേട്ടോ. 7-ാമത്തെ ആയത്ത്. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ലഖദ്. നോക്കൂ, ദാലിൻ്റെ മുകളിൽ സുക്കൂൻ ഉണ്ട് അല്ലേ, അവിടെ എന്ത് ചെയ്യണം? ഫുള്ള് സുക്കൂന് കൊടുക്കണം. ദാലിന് സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂന് കൊടുക്കണം, മറക്കരുത് കേട്ടോ. ലഖദ്. അതുപോലെ ഖാഫ്, നാവിൻ്റെ മൊരട് ഭാഗത്ത്, തൊണ്ടയോടടുത്ത് അല്ലേ, നാവിൻ്റെ മൊരട് ഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരമാണ് ഖാഫ്. അതും ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ കാഫായി പോവരുതേ, കാ ആവരുത് കേട്ടോ. ലഖദ് ഹഖൽ. ഹഖ. ഈ ഖാഫിൻ്റെ മുകളിൽ ഒരു ശബ്ദമുണ്ട് അല്ലേ, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കണേ. ഹഖ. ഹ ആണ് ഇത്, ഹ ആണ്, ഹക്ക ആവരുത് കേട്ടോ. ഹ ഹ. ഹഖൽ ഖൗലു അലാ. അലാ. ഇവിടെ മദ്ദുണ്ട് അല്ലേ, അയിന് കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞിട്ട് മദ്ദുണ്ട്. അവിടെ നമ്മൾ 2 മുതൽ 4 ഹറക്കത്ത് വരെ നീട്ടി ഓതാം. കാരണം എന്താണ്? മറ്റൊരു പദത്തിലാണ് ഹംസ വന്നിട്ടുള്ളത്, ഒറ്റ പദത്തിലല്ല, മറ്റൊരു പദത്തിൽ. അപ്പം നമ്മളവിടെ 2 മുതൽ 4 അനക്കം വരെ നമുക്ക് നീട്ടി ഓതാവുന്നതാണ്. അലാ. ഓക്കെ. അലാ അക്സരിഹിം. അക്. കാഫിന് സുക്കൂനുണ്ട് അല്ലേ. അക്സരിഹിം. പലരും ഓതുമ്പോൾ അക്സരിഹിം എന്നായിപ്പോവും, ശ്രദ്ധിക്കണം കേട്ടോ. അക്. അക്. ഓക്കെ, ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. അക്സരിഹിം. അക്സ. സ. സനെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ. സ എന്ന് പറയുമ്പോൾ കാറ്റിങ്ങനെ പുറത്തേക്ക് വരണം. സ സ സ. ഓക്കെ. അക്സരിഹിം. മീമിനെ നല്ല വ്യക്തമായിട്ട് ഉച്ചരിക്കണം കേട്ടോ. ഫഹും. ഇവിടെയും അതുപോലെ തന്നെ മീമ് സുക്കൂന് കാണുന്ന മീമിനെ നന്നായി വ്യക്തമായിട്ട് ഉച്ചരിക്കുക. ഓക്കെ. ഫഹും ല. ലാൻ്റെ കൂടെ അലീഫ് മദ് വന്നിട്ടുണ്ട്. ല 2 ഹറക്കത്ത് നീട്ടി ഓതി കൊടുക്കുക കേട്ടോ. ലാ യുഅ്മിനൂൻ. യു. ഇവിടെ ഹംസ ആണ് അല്ലേ. വാവിനെ കാണുന്നുണ്ട് നമ്മൾ താഴെ അല്ലേ, പക്ഷെ എഴുത്തിൽ മാത്രമേ വാവ് അവിടെ ഉള്ളൂ. പക്ഷെ വായിക്കുമ്പോൾ ഓതുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഹംസേനെ മാത്രമാണ് ഉച്ചരിക്കുന്നത്. യു. യു. യുഅ്മിനൂൻ എന്ന് ഫുള്ള് സുക്കൂന് കൊടുത്ത് ഓതരുത് കേട്ടോ. യു. ഹാഫ് സുക്കൂന് മതി. യുഅ്മിനൂൻ നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഇവിടെ സുക്കൂന് വരുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്യും? സുക്കൂനിൽ നമ്മൾ നിർത്തുന്നത് കാരണം, വഖഫ് ചെയ്യുന്നത് കാരണം അവിടെ എന്ത് ചെയ്യണം? 3 അല്ലെങ്കിൽ 5 ഹറക്കത്ത് നീട്ടി ഓതി നിർത്താം. ഓക്കെ. ഇൻഷാ അല്ലാഹ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.